എല്ലാവർക്കും ടെക്ലേ മലത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന ഇൻഫിനിക്സ് GT 35G Plus എന്ന ഫോണിനെ കുറിച്ചാണ്. നമുക്കിത് 14 ഓഗസ്റ്റ് നമുക്ക് ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നത്. ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ആണ്. അണ്ടർ 20K വരുന്ന ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ആണ്. നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സോ ഡിസൈൻ വൈസ് നോക്കുമ്പോൾ ടിപ്പിക്കൽ ഇൻഫിനിക്സ് സ്മാർട്ട് ഫോൺ പോലെയാണ്. മുഴുവനും നമ്മുടെ കുറെ ലൈനുകളൊക്കെയാണ്, എട്ടും കുത്തും ലൈനുകളൊക്കെയാണ്. ഗെയിമിംഗ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെയാണ് ചിലർക്ക് ഇഷ്ടപ്പെടാൻ ചിലർക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കാം. ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. നിങ്ങൾ മേളിൽ കാണുന്ന സ്മാർട്ട് ഫോൺ ആണത്. 3 കളേഴ്സാണ് വരുന്നത്. സോ ഡിസൈൻ വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ 8 mm ആണ് തിക്നെസ് വരുന്നത്. 187 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. സോ ലൈറ്റർ ആണ് സ്മാർട്ട് ഫോൺ. ഫുൾ പ്ലാസ്റ്റിക് ബിൽഡ് ആണ്. പ്ലാസ്റ്റിക് ബാക്ക്, പ്ലാസ്റ്റിക് ഫ്രെയിം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ട്രിഗേഴ്സ് വരുന്നുണ്ട് മുകളിൽ. സോ ഈ പ്രൈസ് വഴി നമുക്ക് ട്രിഗേഴ്സ് കിട്ടാന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറവാണ്. സോ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ IP64 റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. പിന്നെ ഗൊറില്ല ഗ്ലാസ് 7i കൂടി വരുന്നുണ്ട്. സോ അണ്ടർ 20K നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട് ഡിസൈൻ വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ. നല്ലൊരു കാര്യം തന്നെയാണ് ഇൻഫ്യൂസ് ചെയ്തേക്കുന്നത്. ഡിസ്പ്ലേസ് നോക്കുവാണെങ്കിലും നമുക്ക് എടുക്കുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. 6.78 ഇഞ്ചിന്റെ ഒരു ഫ്ലാറ്റ് 1.5K റെസൊല്യൂഷൻ വരെ 144 ഹെർട്സ് ആമൽ പാനലാണ്. സോ UI നമുക്ക് 144 ഹെർട്സ് കിട്ടത്തില്ല, 120 ഹെർട്സ് ആണ് വരുന്നത്. 144 ഹെർട്സ് ചില ഗെയിമുകളൊക്കെ റൺ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. 240 ഹെർട്സ് ആണ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നത്. 2304 ഹെർട്സിന്റെ PWM ഡിമ്മിങ് വരുന്നുണ്ട്. സോ കണ്ണിലെ എന്താ പറയുക, ആമലോട്ട് ഉപയോഗിക്കുന്നവർക്ക് ചില പ്രശ്നം ഉണ്ടാവും. പിന്നെ ഫ്ലിക്കറിംഗ് ഉള്ളതുകൊണ്ട് സോ അത് കുറയ്ക്കാൻ വേണ്ടിയാണത്. പിന്നെ 1600 നിറ്റ്സിന്റെ HBM ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. സോ ഓട്ടോ ബ്രൈറ്റ്നസിൽ 1600 നിറ്റ്സ് കിട്ടും നമുക്ക്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. HDR10+ കണ്ടന്റ് കാണുമ്പോൾ നമുക്ക് 4500 നിറ്റ്സ് പീക്ക് കിട്ടും. ഫുള്ള് കിട്ടത്തില്ല, ഫുൾ ഡിസ്പ്ലേ 4500 വരത്തില്ല, ഏതെങ്കിലും ചെറിയ ഏരിയയിലായിരിക്കും കിട്ടുന്നത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഗോറില്ല ഗ്ലാസ് 7i. അപ്പം നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഇൻഫിനിക്സ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഈ പ്രൈസ് കണ്ടിട്ട് 20K നമ്മൾ ആലോചിക്കണം. നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഓഡിയോയുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്. ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. ഇതൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ആണ്. ഹെഡ്ഫോൺ ജാക്ക് കൊടുക്കായിരുന്നു. ഹെഡ്ഫോൺ ജാക്ക് കൂടെ ഉണ്ടായിരുന്ന ഒരു കംപ്ലീറ്റ് ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ആയ അണ്ടർ 20K. പിന്നെ പെർഫോമൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 7400 ആണ്. വലിയ പുതുമയുള്ള ചിപ്പ് ഒന്നും അല്ല. ഡയമൻസിറ്റി 7300 തന്നെ. പേര് മാറ്റി മീഡിയടെക് ഇറക്കുന്നേ ഉള്ളൂ. കുറെ മാക്സ് അൾട്ര എന്നൊക്കെ പറഞ്ഞ് ഇനി വരും. അത് സാധനം ഡയമൻസിറ്റി 7300 തന്നെ. സ്പെക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. LPDDR5X RAM ആണ് വരുന്നത്. പിന്നെ സ്റ്റോറേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ UFS 2.2 ആണ്. 8GB 128ഉം 8GB 256 ആണ് രണ്ട് വേരിയന്റ് വരുന്നത്. പിന്നെ BGMI 90 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒഫീഷ്യലി BGMI അതിൽ പറയുന്നുണ്ട്. പിന്നെ 90 FPS CODയും വരുന്നുണ്ട്. പിന്നെ വേപ്പർ കൂളിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ഫാസ്റ്റ് ആയിട്ട് റാം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റോറേജ് UFS 2.2 ആണ്. അണ്ടർ 20K നല്ലൊരു ചിപ്സെറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല റാം ടൈം കൊടുത്തിട്ടുണ്ട്. നല്ല ഗെയിമിംഗ് ഒപ്റ്റിമൈസർ ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡിലാണെങ്കിൽ നല്ല സ്കോർ ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റെബിലിറ്റി 88% വരുന്നുണ്ട്. CPU തോട്ടിൽ ടച്ചിലൊക്കെ നല്ല സ്റ്റെബിലിറ്റി, ഒരു നല്ല ഗെയിമിംഗ് ട്യൂൺഡ് ആണ് ചിപ്സ് സ്മാർട്ട് ഫോൺ. ആൻഡ്രോയിഡ് സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ 7,77,255 CPU 2,27,682, GPU 1,76,970. അത്യാവശ്യം നല്ല സ്കോർ തന്നെയാണ്. 88% സ്റ്റെബിലിറ്റി സ്കോർ വരുന്നുണ്ട്. നല്ല ഗെയിമിങ്ങിന് വേണ്ടി തന്നെ ട്യൂൺ ചെയ്തിരിക്കുന്ന സ്മാർട്ട് ഫോൺ ആണിത്. പിന്നെ വേപ്പർ ചേമ്പ് കൂളിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോൺ കൂളാവാനായിട്ട് ഗെയിമിംഗ് കളിക്കുമ്പോൾ തന്നെ ഒരു 40 ഡിഗ്രിക്ക് മേളിൽ പോകുന്നില്ല. നല്ലൊരു ട്യൂണിങ് അവർ ചെയ്തിട്ടുണ്ട്. OSന്റെ നമ്മൾ പറയുവാണെങ്കിൽ XOS 15 ആണ്. നല്ലൊരു ക്ലീൻ UI ആണ്. അങ്ങനെ ആഡ്സോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ക്ലീൻ ആണ്. കുറെ AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ആനിമേഷൻ ഒക്കെയാണ് വരുന്നത്. ഇപ്പൊ 2 വർഷം സ്റ്റാൻഡേർഡ് അപ്ഡേറ്റും 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് കമ്പനി പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അണ്ടർ 20K വെച്ച് നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല. എന്നാലും 3 ഇയർ ഒക്കെ കൊടുക്കായിരുന്നു. ക്യാമറ നമ്മൾ നോക്കുവാണെങ്കിൽ ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ആണ്. സോ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. എന്നാൽ പോലും അത്യാവശ്യം നല്ലൊരു സെൻസർ കൊടുത്തിട്ടുണ്ട്. 64 മെഗാ പിക്സലിന്റെ f1.75 ആപ്ചർ വരുന്ന സോണി IMX682 ആണ് കൊടുത്തേക്കുന്നത്. ഇച്ചിരി പഴയ സെൻസറാണ്. 1/1.73 സെൻസറാണ് വരുന്നത്. OIS ഒന്നുമില്ല. 4K 30fps നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. 8 മെഗാ പിക്സൽ f2.2 അൾട്രാ വൈഡ് നമുക്ക് 2K 30fps റെക്കോർഡ് ചെയ്യാം. സെൽഫി ആണെങ്കിൽ നമുക്ക് 13 മെഗാപിക്സൽ f2.2 സെൽഫി 4K 30. സോ വീഡിയോ റെക്കോർഡിംഗ് ആയിട്ട് നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ബാക്കിൽ നമുക്ക് 4K 30 ഉണ്ട്. അൾട്രാ വൈഡ് നമുക്ക് 2K 30fps റെക്കോർഡ് ചെയ്യാൻ പറ്റും. സെൽഫി 4K 30fps റെക്കോർഡ് ചെയ്യാം. ചില ഫോണുകളൊക്കെ ഇതിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ നമുക്ക് 8 മെഗാപിക്സലിന് 1080p ഫ്രണ്ട് ക്യാമറയും 1080p ഒക്കെയാണ് കൊടുക്കുന്നത്. അത് വെച്ച് നോക്കുകയാണ് നല്ലൊരു കാര്യമാണ് ചെയ്തേക്കുന്നത്. പ്രൈമറി സെൻസർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം ഡീറ്റെയിൽ ഒക്കെ ഉണ്ട്. പക്ഷേ ലോ ലൈറ്റ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ചെറിയ നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്ര ക്ലാരിറ്റി വരത്തില്ല. ഒരു പഴയ സെൻസർ ആണ്. സോ അതാണ് ക്യാമറയുടെ കാര്യം നമ്മൾ പറയുവാണെങ്കിൽ. ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ വെച്ച് നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല. കാരണം ഇതിന് ഗെയിമിങ്ങിന് വേണ്ടിയുള്ള സ്മാർട്ട് ഫോൺ ആണ്. ക്യാമറയ്ക്കുള്ളതല്ല. എന്നാൽ പോലും അത്യാവശ്യം സ്പെക്കും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ 5500 mAh ബാറ്ററി 45 വാട്ടിന്റെ ചാർജർ ബോക്സിൽ കിട്ടും. പിന്നെ ബൈപ്പാസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
കണക്ടിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ 10 5G ആണ് വരുന്നത്, ബ്ലൂടൂത്ത് 5.4, വൈഫൈ 6, IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്, പിന്നെ USB Type-C 2.0. നല്ല കണക്ടിവിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ 2 വേരിയന്റ് ആണ് ഞാൻ പറഞ്ഞ പോലെ, 8GB 128, 8GB 256. 8GB 128 19,500 രൂപയും 8GB 256 21,000 രൂപയാണ്. സോ അണ്ടർ 20K നമുക്ക് ഈ സ്മാർട്ട് ഫോൺ കിട്ടും. പിന്നെ കുറെ ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലും താഴെ വരും, 17,500 ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. സോ 8GB 128 നമുക്ക് 19,500 വരുന്നത്. സോ പ്രൈസ് വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല സ്മാർട്ട് ഫോൺ ആണ്. ഇപ്പോൾ ഡിസൈൻ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം മോർ ഗെയിമറി ലുക്കാണ് വരുന്നത്. പിന്നെ ട്രിഗേഴ്സ് നമുക്ക് വരുന്നുണ്ട്. സോ ഈ പ്രൈസ് റേഞ്ചിൽ അങ്ങനെ അധികം കിട്ടാത്തൊരു ഫീച്ചറാണ്. പിന്നെ Gorilla Glass 7i വരുന്നുണ്ട്. ഡിസ്പ്ലേ നല്ല ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ലൊരു 1.5K പാനാണ് വരുന്നത്. ഇപ്പൊ ഹെഡ്ഫോൺ ജാക്ക് കൊടുക്കായിരുന്നു, അതൊരു ഡ്രോബാക്ക് ആണ് ശരിക്കും. പെർഫോമൻസ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്, നല്ല ഒപ്റ്റിമൈസ്ഡ് ആണ്. ക്യാമറ ഓറിയന്റഡ് ആൾക്കാർക്ക് ഒരിക്കലും സജസ്റ്റ് ചെയ്തിട്ടില്ല, ക്യാമറ അത്രയ്ക്ക് പോരാ. എന്നാലും കുറെ ഫീച്ചേഴ്സ് ഉണ്ട്, റെക്കോർഡിങ്ങിന് വീഡിയോ റെക്കോർഡിങ്ങിന് കാര്യത്തിലൊക്കെ നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. ബാറ്ററി അത്യാവശ്യം നല്ലതാണ്, 5500 mAh ബാറ്ററി. സോ ഇതാണ് സ്മാർട്ട് ഫോൺ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ നിന്ന് കമന്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ, ഫീച്ചർ നെക്സ്റ്റ് വീഡിയോ കാണാം.